ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പലപ്പോഴും മനസ്സാക്ഷി എന്ന് കേട്ടിട്ടുണ്ട്. ഈ മനസ്സാക്ഷി പലപ്പോഴും യൂസ് ചെയ്യുന്നത് വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ട്. മനസ്സാക്ഷിയെ ഞെട്ടിച്ച വാർത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ പറയാറുണ്ട് ഒരു മനസ്സാക്ഷി കുത്തു പോലും ഇല്ല ആൾക്കത് ചെയ്തപ്പോൾ എന്നൊക്കെ. നമ്മൾ ഈ വാക്കുകളിൽ മാത്രമേ നമ്മൾ ഈ മനസ്സാക്ഷി എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നമ്മൾ എത്ര പേര് അവെയറാണ് നമുക്ക് അങ്ങനെ ഒരു സാധനം മനസ്സാക്ഷി എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ളൊരു കാര്യം. ഞാൻ അറിയുന്ന ഈ മനസ്സാക്ഷി, അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഈ മനസ്സാക്ഷി ഭയങ്കര മാന്യതയുള്ളൊരു കാര്യമാണ്. അതായത് നമ്മുടെ അനുവാദമില്ലാതെ ഒരിക്കലും നമ്മുടെ ചിന്തകളിലോ നമ്മുടെ പ്രവൃത്തികളിലോ ഇടപെടില്ല. ഈ അടുത്തിടെ ഓഫീസിൽ ഒരു മീറ്റിംഗ് നടക്കാനിടയുണ്ടായി. അപ്പോൾ ആ മീറ്റിങ്ങിൽ ഒരു കാര്യം കുറേ നാളുകളായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ആ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനത് അവിടെ പ്രസൻറ്റ് ചെയ്തു. പക്ഷേ ആ മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്തപ്പോൾ അതിൽ ഒരു വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയായിരുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു മനസ്സാക്ഷി കുത്തു ഉള്ളിൽ നിന്നിങ്ങനെ ചെയ്തത് ശരിയായില്ല എന്ന്. പക്ഷേ ചുറ്റിലുള്ള എല്ലാവരും കൊളീഗ്സൊക്കെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. ഞങ്ങളെല്ലാവരും പറയാനിരുന്ന ഒരു കാര്യമായിരുന്നു ഫോൺസി പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിങ്ങനെ ഉള്ളിലിങ്ങനെ പക്ഷേ പറഞ്ഞ കാര്യം കറക്റ്റായിരുന്നു. സ്റ്റിൽ എന്തോ ഒരു വിഷമം ഉള്ളിൽ കിടന്നു. അങ്ങനെ ഞാൻ കോഫി എടുക്കാനായിട്ട് ചെന്നപ്പോൾ ആളെ മീറ്റ് ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ തുടങ്ങിയ വശം ആൾ ഭയങ്കര ദേഷ്യത്തിൽ എന്നോട് പറഞ്ഞു, ഫോൺസിന് എനിക്ക് കുത്തിക്കൊല്ലാനുള്ള കലിയുണ്ടായിരുന്നു, എല്ലാവരുടെ മുന്നിൽ വെച്ചാണ് ഫോൺസിയെ കാര്യം പറഞ്ഞിട്ട് തന്നെ ഇൻസൾട്ട് ചെയ്തതെന്ന് പറഞ്ഞു. ഒട്ടനടി ഞാൻ പറഞ്ഞു, ഐ റിയലി സോറി, എനിക്കും അത് തോന്നി. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം കിട്ടിയപ്പോൾ കുറേ നാളുകളായിട്ട് മനസ്സിലുണ്ടായിരുന്നു. കുറേ എക്സ്പ്ലനേഷനൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു, എന്തൊക്കെയായാലും നിങ്ങൾ എന്നെ ഭയങ്കരമായിട്ട് ഇൻസൾട്ട് ചെയ്തു എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സാക്ഷി എപ്പോഴും ഉണർന്ന് പ്രവർത്തിക്കാനുള്ളൊരു സമയം ഞാൻ കൊടുക്കാറുണ്ട് പലപ്പോഴും. അതുകൊണ്ടായിരിക്കാം എൻ്റെ മനസ്സാക്ഷി അപ്പോൾ ഇടപെട്ടത്. അതായത് മുന്നേ കൂട്ടി നീ ചെയ്ത് ശരിയല്ല എന്ന് എന്നോട് പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തി എന്നോട് പറയുമ്പോൾ ഞാൻ ഓഫ് കോഴ്സ് ഞാൻ എന്നെ ഡിഫെൻഡ് ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ. ഞാൻ എന്താണോ പറഞ്ഞത് കറക്റ്റ് തന്നെയാണെന്ന് അത് തെളിയിക്കാനായിട്ട് ഞാൻ അതിനുള്ള എല്ലാ ജസ്റ്റിഫിക്കേഷനും നിരത്തുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, നമ്മുടെ മക്കളെ ആയാലും നമ്മുടെ ചുറ്റിലുള്ളവരെ ആയാലും ഒരുവിധം പ്രായമായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഇത് മനസ്സിലാക്കി കൊടുക്കാനും പഠിപ്പിച്ചെടുക്കാനും. പക്ഷെ നമ്മുടെ മക്കളിലേക്ക് നമുക്കിത് പകർന്നു കൊടുക്കാം. ഞാനതിന് പറയുന്നത് സെൽഫ് ടോക്ക് എന്നാണ്. അതായത് നമ്മളെപ്പോഴും പറയുമല്ലോ നമ്മുടെ സമൂഹത്തിൽ, നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിനേക്കാളും മുമ്പ് ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ചിന്തിക്കണം എന്നുള്ളത്. അത് നമ്മുടെ ചിന്തകളൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ആ ചിന്തകൾ വരുമ്പോൾ ആ സൂപ്പർഫിഷ്യലായിട്ടുള്ള ആ ചിന്തകളെ നമ്മൾ പലപ്പോഴും എടുത്ത് അതിനെ ഡിഫെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇന്ന് നടക്കുന്ന എല്ലാ തെറ്റുകളും അല്ലെങ്കിൽ ഒരേ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉരുത്തിരിയുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. ഈ ചിന്തകൾ വരുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സാക്ഷിയെ നമ്മൾ യൂസ് ചെയ്യാത്തതാണ്. അപ്പോൾ ഞാനിപ്പോഴും ചിന്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരവിശ്വാസമുള്ള വ്യക്തികൾക്ക് അത് കുറച്ചും കൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സമൂഹത്തിൽ മതം അടിച്ചേൽപ്പിക്കാതെ എൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഈശ്വരവിശ്വാസം കൊണ്ട് നടക്കുന്ന വ്യക്തികൾക്ക് എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സാക്ഷി ഞാൻ കാണുന്നത്, ഞാൻ ആരാധിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ജീസസ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഞാൻ എന്തൊരു കാര്യം ചെയ്യുന്നതിനേക്കാളും മുൻപ് എനിക്ക് ചോദിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ ഞാൻ ഒറ്റയ്ക്കല്ല. ഇപ്പം എല്ലാവരും എന്നെ വെറുത്താലും എനിക്ക് സംസാരിക്കാൻ ഒരാൾ, ഒരു കമ്മ്യൂണിയന് വേണ്ടി ഒരാൾ എന്നെ എപ്പോഴും വെയിറ്റ് ചെയ്തിരിക്കുന്ന. അപ്പോൾ എന്ത് കാര്യങ്ങളായാലും എനിക്ക് പറയുമ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്, എനിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചില സമയത്തൊക്കെ ഭയങ്കര ദേഷ്യം വരും, പെട്ടെന്ന് എടുത്ത് റിയാക്ട് ചെയ്യണമെന്നൊക്കെ തോന്നും. പക്ഷേ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചിന്തിക്കും, 1-2 മിനിറ്റ് ഇങ്ങനെ ഇരുന്നിട്ട് ശരിയാണോ ഇത് ചെയ്യണോ, അപ്പോൾ അതിനൊരു ആൻസർ കിട്ടും. അപ്പോൾ അവിടെ സമാധാനം കൊണ്ടുവരുന്നത് എന്നിലും അതുപോലെ ചുറ്റിലുള്ളവരിലാണ്. അപ്പോൾ വേറൊരു കാര്യം ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മുടെ ലോകത്ത് നമ്മൾ വളരെയധികം ഇൻജക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു സെൽഫ് ലവ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളത്. അത് വളരെയധികം ഇന്ന് വർദ്ധിച്ചു അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം വളർന്ന് വലുതായി നമ്മുടെ എല്ലാവരുടെ ഇടയിൽ. അതുകൊണ്ട് തന്നെ ചുറ്റിലും നോക്കിയപ്പോൾ ഓരോ മനുഷ്യരും വളരെ സെൽഫിഷായിട്ടാണ് പോകുന്നത്. ഈ സെൽഫിഷ് എന്ന് പറയുമ്പോൾ സ്വന്തം ചിന്തകളെ അല്ലെങ്കിൽ സ്വന്തം പ്രവർത്തികളെ ജസ്റ്റിഫൈ ചെയ്യുക. ഒരിക്കലും ഈ മനസ്സാക്ഷിയോട് ഒരിക്കലും പോലും നമ്മൾ ചോദിക്കുന്നില്ല, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ മറ്റുള്ളവരെയും കൂടി കൺസിഡർ ചെയ്യണ്ടേ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ മക്കളെ നമ്മൾ കുഞ്ഞിലെ മുതൽ വളർത്തിക്കൊണ്ട് വരുമ്പോൾ അവരോട് എപ്പോഴും പറയേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ഉള്ളിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ മനസ്സാക്ഷി. നമ്മൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞു തരാനുള്ള ഒന്ന്, അത് എപ്പോഴും നമ്മളോട് ചോദിച്ചിട്ട് വേണം, നമ്മളോട് തന്നെ ചോദിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആരും സ്നേഹിക്കുന്നില്ല അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതൊക്കെ പ്രശ്നമാണ്, ഞാൻ ഒറ്റപ്പെടുന്നു, ഈ ചിന്തകളൊന്നും നമുക്കുണ്ടാവില്ല. അറ്റ് ദ സെയിം ടൈം നമുക്ക് ചുറ്റിലുള്ളവരെ സ്നേഹിക്കാനും അതുപോലെ തന്നെ കൺസിഡർ ചെയ്യാനും അവരുടെ ചിന്തകളെയും കൂടി അക്കോമഡേറ്റ് ചെയ്യാനും അവരുടെ വേദനകൾ അക്കോമഡേറ്റ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.